ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 1 million ഷീറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കപ്പിൾ പോർട്രേറ്റ് എങ്ങനെ വരയ്ക്കാമെന്നാണ് നോക്കാൻ പോണേ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മീൻസ് ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ റെഡി ആവുന്നുണ്ട്, പക്ഷേ പിന്നെ ഷെയ്ഡ് ചെയ്ത് വരുമ്പോൾ ചായയൊക്കെ മാറിപ്പോകുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനായിരിക്കും ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഔട്ട്ലൈൻ ചെയ്ത് എങ്ങനെ ഷെയ്ഡ് ചെയ്യാം ഫുള്ള ഒരു പ്രോസസ്സ് നമുക്ക് കാണിച്ചു തരാം. പിന്നെ ഫേസൊക്കെ ചെയ്യുമ്പോൾ സ്കിന്നൊക്കെ എങ്ങനെ ഷെയ്ഡ് ചെയ്യാം, അങ്ങനത്തെ കുറേ ഡൗട്ട്സൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട നേരെ വീഡിയോയ്ക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. വീഡിയോയ്ക്ക് പോകാം. സോ നമ്മൾ ഈ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചൂസ് ചെയ്യണ പേപ്പറിന് നമ്മുടെ ആ ഡ്രോയിങ്ങിന് ഒരുപാട് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സ്മൂത്ത് പേപ്പേഴ്സ് എടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഷെയ്ഡിങ്ങും അതുപോലെ സ്മൂത്തായിട്ട് വരും. പിന്നെ ടെക്സ്റ്റേർഡ് പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്ചർ ഉണ്ടാവും നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ പേപ്പേഴ്സാണ് കൂടുതൽ കംഫർട്ടബിൾ ആ ഒരു പേപ്പേഴ്സ് എടുക്കാം. എനിക്ക് കൂടുതലും ടെക്സ്റ്റേർഡ് പേപ്പർ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ സ്മൂത്ത് പേപ്പറിലാണ് ഇന്ന് വരയ്ക്കുന്നത്. സോ ആദ്യം തന്നെ ഞാനെപ്പോഴും പോർട്രേറ്റ്സ് ഒക്കെ വരയ്ക്കാനായിട്ട് ഗ്രിഡ് മെത്തേഡാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ലൂമിസ് മെത്തേഡൊക്കെ യൂസ് ചെയ്യാം. കുറച്ച് പേര് ലൂമിസ് മെത്തേഡിനെ കുറിച്ചൊരു വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ താഴെ വെച്ചേക്കുന്ന മാറ്റ് ഏതാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ടിങ് മാറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ ഇതുപോലെ ലൈൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഗ്രിഡ് ഇടാനായിട്ട് സുഖമാണ്. നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ലൈൻസിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഗ്രിഡ് ഇട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാനിത് യൂസ് ചെയ്യാനായിട്ട് റീസൺ. നമ്മളിതുപോലെ ഹൊറിസോണ്ടലായാലും വെർട്ടിക്കലായിട്ടും ഞാനൊരു 2 cm ഇടവിട്ടിട്ടാണ് ഗ്രിഡ്സ് ഇട്ട് എടുക്കണേ. അതുപോലെ ഗ്രിഡ്സ് ഇട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഏത് പിക്കാണ് വരയ്ക്കേണ്ടത് അത് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഞാൻ ഔട്ട്ലൈൻ ചെയ്യേണ്ട വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഇവിടെ ഫുൾ ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം നമുക്കിനി ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നോർമലി ഫോണിൽ നോക്കിയിട്ടാണ് വരയ്ക്കാറ്. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇമേജ് സൂം ചെയ്ത് വയ്ക്കും. എന്നിട്ട് അതിൽ ഓരോ പോർഷൻസ് ഇതുപോലെ നമ്മൾ ആ ഭാഗം ഇങ്ങനെ സൂം ചെയ്ത് വയ്ക്കും. എന്നിട്ട് അതിൽ നോക്കിയിട്ട് ഇതുപോലെ നമ്മൾ പേപ്പറിൽ ഷെയ്ഡ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഷെയ്ഡിങ് തെറ്റിപ്പോണമെന്ന് പറഞ്ഞു കുറച്ച് പേരുടെ. നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോഴും ആ ഗ്രിഡ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഏത് ഭാഗം വരെയാണ് ഡാർക്കർ ഷെയ്ഡ് വരണം അത് നോക്കാം. അപ്പോൾ അത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ തെറ്റി പോവില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഡാർക്കർ ഷെയ്ഡുള്ള പോർഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക പെൻസിൽ വെച്ചിട്ട്. അവിടെ ഡാർക്ക് ഷെയ്ഡ് ആദ്യം കൊടുത്തിട്ട് പിന്നെ ബാക്കി സൈഡ്സ് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് തെറ്റാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ ഞാനിവിടെ മൂക്കാണ് വരയ്ക്കണത്. അപ്പോൾ മൂക്കിൻ്റെ മുകൾ ഭാഗത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ ഡാർക്കറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫോണിൽ നോക്കുക, അതിൽ ഇമേജ് കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡാർക്കറും റൈറ്റ് സൈഡിൽ കുറച്ച് ലൈറ്റ് അടിച്ചിട്ട് വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പേപ്പറിലും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൂക്കിൻ്റെ തുമ്പത്തുള്ള പോർഷൻ ഉണ്ടല്ലോ, അവിടെയും ഇതുപോലെ കുറച്ച് ഷെയ്ഡ് വരുന്നുണ്ട്. അവിടെ ഒരു മിഡ് ടോണാണ് വരുന്നത്, അത്രയ്ക്ക് ഡാർക്കല്ല, എന്നാലും കുറച്ച് ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഷെയ്ഡ് ചെയ്യുക. ഞാനിവിടെ ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്തിട്ടാണ് കുറച്ചൊക്കെ പോർഷൻസ് ബ്ലെൻഡ് ചെയ്യണേ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, ഞാൻ ഫേസിൽ യൂസ് ചെയ്യാറ് സാധാരണ HB പെൻസിലും പിന്നെ കുറച്ചൊരു മിഡ് ടോണുള്ള ഏരിയാസ് 2B പെൻസിലും പിന്നെ ഡാർക്കറായിട്ടുള്ള ഏരിയാസ് 4B പെൻസിൽസൊക്കെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ 3 പെൻസിൽസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഷെയ്ഡ് ചെയ്യണത്. ഇത് Q-ടിപ്സാണ്, നമ്മൾ ബഡ്സ് എന്നൊക്കെ പറയില്ല, ഇയർ ബഡ്സ്, അതാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഷെയ്ഡ് ചെയ്യാറുണ്ട്. ഇത് വെച്ച് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഒരു സ്മൂത്തറായിട്ടുള്ള ഷെയ്ഡിങ് കിട്ടും. നമ്മൾ ചിലപ്പോൾ ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ചിലപ്പോൾ ചില ഏരിയാസ് ബ്ലെൻഡിങ് സ്റ്റംപ് നന്നായിട്ട് ചില സമയത്ത് അതിൻ്റെ ആ ഒരു ലൈൻസൊക്കെ വരും, മീൻസ് അമർത്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഈ Q-ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ണ് ഷെയ്ഡ് ചെയ്യാം. കണ്ണും കുറേ പേര് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ണ് ഈ ഫോണിൽ നോക്കി നോക്കുക. ഇതിൽ ഈ റൈറ്റ് സൈഡിൽ ഇത്തിരി ഡാർക്കറായിട്ടിരിക്കും, കാരണം അവിടെ കുറച്ച് ഷാഡോസ് വരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ കണ്ണിന് താഴെയുള്ള ആ ഒരു മടക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അതുപോലെ തന്നെ വരയ്ക്കണം. ആദ്യം തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. എപ്പോൾ നമുക്ക് അറിയാം കറക്റ്റ് എവിടെ വരെ ഷെയ്ഡ് ചെയ്യണം, എവിടെ ഷെയ്ഡ് ചെയ്യണ്ട, എവിടെയാണ് ലൈറ്റ് അടിക്കണേ, അതൊക്കെ നമ്മൾ ആദ്യം തന്നെ നോക്കാം. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഷെയ്ഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എവിടെയും മാർക്ക് ചെയ്യാണ്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില സമയത്ത് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്.
നമ്മൾ സാധാരണ ഷെയ്ഡ് ചെയ്യുമ്പോൾ പറയണ മെത്തേഡ് എന്ന് വെച്ചാൽ ലൈറ്റ് ടോണിൽ നിന്ന് ഡാർക്കർ ടോണിക്കാണ്. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 4B ഒക്കെ വെച്ചിട്ട് നമുക്ക് എവിടേക്കാണ് ഡാർക്കർ വരണം അവിടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റ് വരില്ല. അതിന് പിന്നെ ബാക്കി നമ്മൾ സാധാരണ ചെയ്യണ പോലെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക, പിന്നെ അത് ഇത്തിരി കൂടി ഡാർക്ക് ആക്കണമെങ്കിൽ ഡാർക്കാക്കി കൊണ്ടുവരാം, അങ്ങനെ ചെയ്യാം. പക്ഷേ ആദ്യം നമ്മൾ ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്ത് ഡാർക്കാന്ന് അറിയാമല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ ഷെയ്ഡ് ചെയ്ത് പോവാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തെറ്റില്ല. അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ചായം മാറിപ്പോണതിന് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഷെയ്ഡിങ് ചെയ്യണ ഏരിയയുടെ ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഗ്രിഡ് നോക്കിയിട്ട് തന്നെ ഷെയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു 3/4 പോർഷനാണ് ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുള്ളത് വെച്ചാൽ അത്രയും ഷെയ്ഡ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേറെ നമ്മൾ കൂട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് അതിൻ്റെ ചായം മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് എൻ്റെ ലിപ്സാണ് ഞാൻ ചെയ്യണം. ലിപ്സ് നമ്മൾ നോക്കുക, പല്ല് കാട്ടിയിട്ടില്ല. അപ്പോൾ ചുണ്ട് 2 ലിപ്സും കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ലൈൻ ഓൾറെഡി ഗ്രിഡ് മെത്തേഡ് ചെയ്തിട്ടുണ്ടെന്നാലും നമ്മൾ വീണ്ടും ഷെയ്ഡ് ചെയ്യുമ്പോഴും ആ ഒരു ഔട്ട്ലൈൻ ഒന്നും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തെറ്റിപ്പോകുന്നില്ല ഷെയ്ഡ് ചെയ്യുമ്പോൾ. അപ്പോൾ എവിടേക്കാണ് എന്നിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഡാർക്കർ ഷെയ്ഡുള്ള പോർഷൻസ് ഞാൻ ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് സുഖമായിട്ട് പിന്നെ ബാക്കി ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അത് ഞാൻ ചെയ്തിട്ടാണ് പിന്നെ ഇങ്ങനെ ശീലമായി തുടങ്ങിയത്. ആദ്യം ഞാൻ അതുപോലെ ലൈറ്റ് ഷെയ്ഡ് തുടങ്ങി പിന്നെ ഡാർക്കറാക്കി അങ്ങനെ പോവുകയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ചെയ്ത് കുറച്ചാൾ പ്രാക്ടീസ് ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയത്. ആദ്യം ചില പോർഷൻസ് ഡാർക്കറാണെന്നുണ്ടെങ്കിൽ അവിടെ ഡാർക്കർ തന്നെ ആദ്യം കൊടുക്കും, എന്നിട്ട് പിന്നെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാറുണ്ട്. അങ്ങനെ ചില സിറ്റുവേഷൻസിൽ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ വരച്ച് കഴിയുമ്പോഴാണ് പല മെത്തേഡ്സും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. അപ്പോൾ ഇനി ചുണ്ടിപ്പോൾ വരച്ച് കഴിഞ്ഞപ്പോൾ അത് കുറച്ചെടുത്ത് നിൽക്കണ പോലെ എടുത്ത് തോന്നും. പക്ഷെ അത് നമ്മൾ ആദ്യം തന്നെ ചുണ്ട് വരച്ചുകൊണ്ടാണ്. നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടുള്ള ഏരിയാസൊക്കെ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എടുത്ത് നിൽക്കണ പോലുള്ളത് മാറും. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡ് ചെയ്യാം. പിന്നെ ചുണ്ടായാലും അതിൻ്റെ ചുളിവുകളൊക്കെ അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തിട്ട് എടുക്കണം, അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ ബാക്കി ഏരിയാസും കൂടി ഫുള്ള് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഫേസും കൂടി നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മറ്റേ ഫേസ് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കണ്ണിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ കണ്ണിൽ നിന്നാണ് ഞാൻ മിക്ക വീഡിയോസിലും മിക്ക ഫോട്ടോസും ഞാൻ കണ്ണിൽ നിന്നാണ് ആദ്യം തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നെ ഏറ്റവും കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ഏറ്റവും ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാഫൈറ്റ് പെൻസിൽ തന്നെ 8B അല്ലെങ്കിൽ 10B ഒക്കെ യൂസ് ചെയ്തിട്ട് ഉള്ളിലത്തെ ഭാഗം ഡാർക്കറായിട്ടുള്ള പോർഷൻസ് ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷം കണ്ണിൻ്റെ ആ ഒരു ഉൾഭാഗമില്ലേ, അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പ്യുവർ വൈറ്റ് ആയിരിക്കില്ല, ചെറിയൊരു ഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് കൊടുത്തെടുക്കാം. പിന്നെ കണ്ണിന് താഴെയുള്ള ചുളിവുകളൊക്കെ അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ആ ചായ വരുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഫുള്ള് ഷെയ്ഡ് ചെയ്തെടുക്കാം. പിന്നെ അതിന് ശേഷം ഞാൻ പിരികിനാണ് ഷെയ്ഡ് ചെയ്തെടുക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഭാഗം പെൻ വെച്ചിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ് ഹെയർസ് ഉള്ള പോർഷൻസ്. പിന്നെ ബാക്കി പോർഷൻസ് ചാർക്കോൾ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് വഴി തന്നെ നെക്സ്റ്റ് കണ്ണും വരച്ചെടുക്കാം. അപ്പോൾ കണ്ണ് വരയ്ക്കുന്നത് കുറച്ച് പേര് തെറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു 2B പെൻസിൽ അല്ലെങ്കിൽ HB പെൻസിൽ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. അതിന് ശേഷം ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം നിങ്ങൾ, അപ്പോൾ തെറ്റില്ല. പിന്നെ മെയിനായിട്ട് വേണ്ടത് കോൺസെൻട്രേഷനാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വരച്ച് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും സമയമെടുത്ത് വരയ്ക്കുക. അതുപോലെ തന്നെ കറക്റ്റ് എവിടം വരെയാണ് ലൈറ്റ് ഷെയ്ഡ് വരണേ, എവിടം വരെയാണ് ഡാർക്ക് ഷെയ്ഡ് വരണേ, അതൊക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം വരച്ച് തുടങ്ങാം. നമ്മൾ പിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഗ്രിഡിൻ്റെ ഉള്ളിലും എത്ര ഭാഗം വരെ ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് അവിടെ വരെ മാത്രം അത് കൊടുക്കുക. അതിനുശേഷം ബാക്കി ഭാഗം ഡാർക്ക് ഷെയ്ഡ് കൊടുത്തെടുക്കുക. ഇപ്പോൾ ഇതിൽ ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം തന്നെ ഒരു 2B പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അതിനൊക്കെ കുറച്ചും കൂടി ഷെയ്ഡ് കൂടി ഒരു 4B പെൻസിൽ എടുത്ത് വീണ്ടും ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇമേജിൽ നോക്കിയിട്ട് അതിൽ എത്രമാത്രം ഡാർക്കറാണോ അത്രയും അതിൽ ഡാർക്കറാക്കി കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ആ ഒരു ഷെയ്ഡ് തന്നെ സെയിം നമ്മുടെ പേപ്പറിൽ വേണം, എന്നാലാണ് കറക്റ്റ് ആ ഒരു റിയലിസ്റ്റിക് ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ അത്രയ്ക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടില്ല, എന്നാലും
മാക്സിമം ആ ഒരു ഇമേജിലുള്ള ആ ഒരു ഷെയ്ഡ് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലവരുടെ ഷെയ്ഡിങ് റെഡി ആവണ്ടല്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്നാമത് ഓരോ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് പൊസിഷനിലായിരിക്കില്ല ഷെയ്ഡ് ഉണ്ടാവുക. മീൻസ് ഇപ്പോൾ കവളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലൈറ്റ് വരുന്ന പോർഷൻസ് അവിടെ ലൈറ്റായിട്ട് തന്നെ കൊടുക്കണം. അവിടെ ഡാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് മാറിപ്പോകും. അതുപോലെ ഡാർക്കായിട്ടുള്ള പോർഷൻസ് ഡാർക്ക് തന്നെ കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മുടെ ഇമേജിലുള്ള അത്രയും ഷെയ്ഡ് തന്നെ നമ്മൾ ഇവിടെ ഷെയ്ഡ് ചെയ്യുമ്പോൾ വരയ്ക്കുമ്പോൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് സ്കിൻ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യണതെന്ന് നോക്കി നോക്കാം. ഞാനിവിടെ സ്കിന്ന് ഷെയ്ഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ക്യൂടിപ്സാണ്. മീൻസ് ഇയർബഡ്സ് ഒക്കെ ഒന്നും പറയില്ല, അതുപോലത്തെ ക്യൂടിപ്സിൻ്റെ തുമ്പത്ത് ഞാൻ ചെറുതായിട്ട് പഞ്ഞി വെച്ചൊന്ന് മീൻസ് ചുരുട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ഞി ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം. അങ്ങനെ പല മെത്തേഡും ഉണ്ട്, പല ബ്ലെൻഡിങ് ടൂൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇതുപോലെ പഞ്ഞി വെച്ച് ഞാൻ ഷെയ്ഡ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഷെയ്ഡിങ് വരാറുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തേക്കണ പേപ്പറും സ്മൂത്ത് പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെക്സ്ചർ വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾ ടെക്സ്ചേർഡ് പേപ്പറാണ് എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ സ്മൂത്ത് പേപ്പർ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ബ്ലെൻഡായി കിട്ടുന്നുണ്ട്. പക്ഷേ ചിലവർക്ക് ടെക്സ്ചേർഡ് പേപ്പറിൽ വരയ്ക്കാൻ എനിക്കിഷ്ടം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. ഞാനിവിടെ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം HB പെൻസിൽ വെച്ചിട്ട് കൊടുത്തു. അതിനുശേഷം ഈ തലയുടെ ഹെഡിൻ്റെ സൈഡിലുള്ള പോർഷൻസൊക്കെ ഇത്തിരി ഷാഡോ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള 2B അതുപോലെ 4B ഒക്കെ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ നെറ്റിയുടെ ആ മൂക്കിൻ്റെ ഒക്കെ ഇടയിലുള്ള പോർഷൻസിലും പിരിക്കുന്ന തൊട്ട് മുകളിലുള്ള പോർഷൻസ് ഇത്തിരി നല്ല ലൈറ്റായിട്ട് കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോർഷനാണ്. അപ്പോൾ അവിടെ ഇത്തിരി ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ അധികം ഷെയ്ഡ് ചെയ്യാണ്ട് വിട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ബാക്കി ഏരിയാസൊക്കെ ഓൾമോസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തു. പിന്നെ മുകളിലും പിന്നെ സൈഡിലൊക്കെ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതുപോലെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തെടുക്കാം. ഇനി നമുക്ക് മൂക്ക് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. അപ്പം മൂക്കിൻ്റെ ആദ്യം തന്നെ ഞാൻ ആ മൂക്കിൻ്റെ ആ ഹോളുണ്ടല്ലോ അവിടെ ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും എപ്പോഴും. അത് ആദ്യം തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയ്ഡ് ചെയ്യുമ്പോൾ ഷേപ്പൊക്കെ മാറിപ്പോണെന്ന്. അപ്പോൾ അതിന് ഇതുപോലെ ഞാൻ മൂക്ക് ഷെയ്ഡ് ചെയ്യണം കണ്ട. ഇതിൽ ഞാൻ ആദ്യം തന്നെ 2B പെൻസിൽ വെച്ചിട്ട് ആദ്യം എവിടേക്കാണ് ഡാർക്ക് ഷെയ്ഡ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മൂക്കിൻ്റെ സൈഡ് ഭാഗത്ത് പിന്നെ കണ്ണിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്ത് കുറച്ച് പോർഷൻസിൽ ഇതുപോലെ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഡാർക്ക് ഷെയ്ഡ് വെച്ച് ഞാൻ ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്സ് വരുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇങ്ങനെ ഡാർക്കാക്കി കൊണ്ടുവന്നാൽ മതി. പിന്നെ ബാക്കി പോർഷൻസ് ഞാനിവിടെ ലൈറ്റായിട്ട് തന്നെയാണ് വിട്ടേക്കണം. അവിടെ ഒരു ഷെയ്ഡും കൊടുത്തിട്ടില്ല. അവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു ബ്ലെൻഡിങ് സ്റ്റമ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ബ്ലെൻഡിങ് ടൂൾ യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്ത് ബാക്കിയുള്ള ആ ഒരു വൈറ്റ് കളറും മറ്റേതും കൂടി ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ സ്മഡ്ജ് ചെയ്തിടാം. അത്രേ ഉള്ളൂ കാര്യം. അതിന് ശേഷം ഇനി നെക്സ്റ്റ് നമുക്ക് പല്ലും പിന്നെ ലിപ്സും ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതൊരു പല്ല് കാണിച്ച് ചിരിക്കുന്നൊരു മുഖമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ പല്ല് കാണിച്ച് വരയ്ക്കണ ഫേസ് ചെയ്യുമ്പോൾ കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത്. കാരണം പല്ല് ശരിക്കും വരച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജിൻ്റെ ഭംഗി തന്നെ പോകും. ചിലപ്പോൾ പല്ലിങ്ങനെ പൊങ്ങിയിരിക്കണ പോലെ തോന്നാം. അങ്ങനെ കുറേ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഏറ്റവും ലൈറ്ററായിട്ടുള്ള ഷെയ്ഡുള്ള പെൻസിൽ എടുത്തിട്ട് നന്നായിട്ട് ഷാർപ്പൻ ചെയ്തിട്ടാണ് അതിനുശേഷം നമ്മൾ മോണയാണ് ഞാനിവിടെ ആദ്യം തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കണേ. അവിടെ ഒരു ലൈറ്റ് ഷെയ്ഡായിരിക്കും. അപ്പോൾ അവിടെ ഒരു ലൈറ്റ് ഷെയ്ഡ് പെൻസിൽ വെച്ചിട്ട് നന്നായി ഷാർപ്പൻ ചെയ്തിട്ട് മോണമ്മ ആദ്യം തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നെ ഈ 2 കോർണേഴ്സിലേക്ക് പോകുമ്പോൾ ചിരിക്കുമ്പോൾ 2 കോർണേഴ്സിലേക്ക് പോകുമ്പോൾ അവിടെ ഡാർക്കർ ഷെയ്ഡായിരിക്കും. അപ്പോൾ ആ പോർഷനിൽ നിങ്ങൾ ഡാർക്കർ ഷെയ്ഡ് കൊടുത്തെടുക്കാം. അപ്പോൾ പിന്നെ പല്ല് വരയ്ക്കുമ്പോൾ എത്ര പല്ല് നമ്മൾ ഇമേജിൽ കാണുന്നുണ്ടോ അത്രയും പല്ല് തന്നെ ഈ വരയ്ക്കണ ഫോട്ടോയിൽ വേണം. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ചായ മാറിപ്പോകും. പല്ലിൻ്റെ എണ്ണൊന്നും തെറ്റി പോകരുത്. പിന്നെ പല്ലിൻ്റെ പൊസിഷൻസ് മാറിപ്പോകരുത്. ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇമേജിൻ്റെ ചായനെ മാറിപ്പോകും. പിന്നെ ചിരിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് ആ ഒരു കേവ്സ് അതുപോലെ തന്നെ വരണം. ചിരിക്കുമ്പോൾ ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും ആ ഒരു കോർണേഴ്സിലുള്ള ഉണ്ടാവുക. മീൻസ് ആ ചിരിക്കണ ആ ഭാഗത്ത്.
അപ്പോൾ അവിടെ അതുപോലെ തന്നെ ശ്രദ്ധിച്ച് വരയ്ക്കുക. അതിനുശേഷം ഇനി നമുക്ക് താഴെയുള്ള ലിപ്സും കൂടി ഇനി വരച്ചെടുക്കാം. പല്ലുമ്പോൾ നിങ്ങൾ അധികം ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എപ്പോഴും വൈറ്റായിട്ട് തന്നെ വിട്ടാൽ മതി. താഴെയുള്ള ലിപ്പും കൂടിയും ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡ് കൊടുത്ത് തുടങ്ങി, HB പെൻസിൽ വെച്ച് തുടങ്ങി. പിന്നെ അതിന് ശേഷം കുറച്ച് ഡാർക്കായിട്ടുള്ള പോർഷൻസിൽ കുറച്ചുകൂടി ഡാർക്കാക്കി കൊണ്ടുവരാം. ഇത്രയുള്ളൂ. അപ്പോൾ നമ്മൾ ചിരിക്കണ പല്ല് സുഖമായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മീശയാണ്. അപ്പോൾ അതും കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫേസിൻ്റെ ഓൾമോസ്റ്റ് പിന്നെ ഹെയറും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഹെയർ വരയ്ക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കണില്ല, ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരാം, ഒരു ഹെയർ ഡ്രോയിങ് ട്യൂട്ടോറിയൽ. ഞാൻ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ്, പിന്നെ ചാർക്കോൾ പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഹെയർ ചെയ്തിട്ടുണ്ടെന്ന്. അത് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത്തായി പോകും. അതുകൊണ്ടാണ് നമ്മൾ പല്ലൊക്കെ ഏകദേശം ഫിനിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മീശയും താടിയൊക്കെ ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് ഇൻഡൻറ്റിങ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യണം, മറ്റേ ഹെയറൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യണ പോലെ തന്നെ. ആദ്യം ഒരു മഷി കഴിഞ്ഞ പെൻ വെച്ചിട്ട് വരച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു ഡാർക്ക് ഷെയ്ഡുള്ള പെൻസിൽ വെച്ചിട്ട് അതുമ്മ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ ആ മീശയൊക്കെ സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഞാൻ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് മീശ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ പോർഷൻസൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ഹെയറും ഡ്രസ്സൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ഷെയ്ഡിങ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതുവരെ എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇതിപ്പോൾ നമ്മുടെ ഇമേജ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ്, ഫൈനൽ ലുക്കാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം എല്ലാവരും വീഡിയോയിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് അത് ചെയ്യാനായിട്ട് നോക്കി നോക്കാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.